അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു ഔട്ട്ഡോർ യൂട്യൂബ് വീഡിയോ എടുക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു ചമ്മൽ എനിക്കുണ്ട്. ബൈ ദ വേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ കോട്ടയം ഇൻഡോർ സ്റ്റേഡിയം ആണ്. അവിടെ ഒരു എക്സോട്ടിക് പെറ്റ് ഷോ നടന്നിരുന്നു. അത് കാണാൻ പോയ പോക്കായിരുന്നു. ഭയങ്കര ആളായിരുന്നു കേട്ടോ. കുറേ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു വിധത്തിൽ അകത്ത് കയറി. ആൾ കൂടുതലാണ്ട് അവർ കുറച്ച് ആൾക്കാരെ വെച്ചാണ് അകത്തോട്ട് കയറ്റിക്കൊണ്ടിരുന്നത്. ഞാൻ ശരിക്കും ഇത് വോയിസ് ഓവർ ഒന്നും കൊടുക്കാതിരുന്നതല്ല. പക്ഷേ ഇവിടെ ഭയങ്കര മ്യൂസിക് വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ആൾ കൂടുതലായതുകൊണ്ട് ഇവരെല്ലാം കൂടെ ബഹളമായതുകൊണ്ട് നമുക്ക് പറയുന്ന ഒന്നും കേൾക്കത്തില്ല. ഇങ്ങനെ നടന്നു വന്നപ്പോൾ അത് ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഞാൻ അതിനെ കണ്ടേയില്ല. ഇത്ര അടുത്ത് വന്നപ്പോൾ ഇതിനെ ഞാൻ കണ്ട് ഞാൻ പേടിച്ച് പോയി. എൻ്റെ ബഹളം കേട്ടപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആൻറ്റിമാരിലെ ഒരുമാതിരി ഒരു തോട്ട് ഞാൻ നാണം കിട്ടി. അടുത്തത് നമ്മൾ കിളികളുടെ സെക്ഷനിലോട്ടായിരുന്നു പോയത്. അപ്പം ഒരുപാട് കിളികളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും പറന്നു പോകാതിരിക്കാൻ വേണ്ടി മേളിൽ അവർ കവേർഡാക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പട്ടാളം സിനിമയ്ക്കകത്ത് ജ്യോതിർമയ ഇങ്ങനെ കളറുള്ള കോഴിക്കുഞ്ഞുങ്ങൾ എടുക്കത്തില്ല, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് ഇവിടെ കൊണ്ട് ഒരു പേരൻ്റെ അടുത്തൊരു കൊച്ചിൻ്റെ കൈ കൊടുക്കുന്നത് എനിക്കത് കാണുമ്പോൾ പേടിയായിരുന്നു. കാരണം ഇതുങ്ങൾ പിടിച്ച് ഞെക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു കൊച്ചിൻ്റെ നിന്ന് അത് മേടിച്ച് താഴെ വെക്കുകയൊക്കെ ഉണ്ടായി. അടുത്തതാണ് എൻ്റെ പൊന്നോ, എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം പാമ്പ്. ഇതിവിടെ ഉണ്ടെന്നും എനിക്കറിയാം. എന്നാൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിനെ എടുക്കണം എന്നുള്ള ഒരു വിചാരം എനിക്കുണ്ട്. എന്നാൽ എനിക്ക് അവിടെ ചെന്നപ്പോൾ പേടി കാരണം ഇതിനെ എടുക്കണമൊന്നുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെയോ ധൈര്യം സംഭരിച്ച് എടുത്ത്. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞ് താഴെ ഇട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ തരണമെന്ന്. അതുകൊണ്ട് ഞാൻ പേടിച്ച് എങ്ങനെയെങ്കിലും വീഡിയോ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ കാര്യം നമുക്ക് കഷ്ടം തോന്നും കേട്ടോ. എല്ലാവരും എടുക്കുന്നതുകൊണ്ട് അതിനൊരു ഇറിറ്റേഷനും ഒരു പേടിയൊക്കെ. അതപ്പം ഇങ്ങനെ ദേഹം ചുരുക്കുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര പേടിയായി കടിക്കാൻ വരുവാണോ എന്ന്. പെട്ടെന്ന് ഞാൻ തിരിച്ചു കൊടുത്തു. ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചിരിച്ച് നിൽക്കുവാണ്. ഉള്ളിൽ എനിക്ക് ഭയങ്കര പേടി. ഇപ്പം ഞാൻ ഓർക്ക് എങ്ങനെ എടുത്തതെന്ന്. ഇതവിടെ ഉണ്ടായിരുന്ന വേറൊരു സ്നേക്കായിരുന്നു. പക്ഷേ ഇതിനാരും അങ്ങനെ എടുക്കാനൊന്നും പോകുന്നില്ലായിരുന്നു. കാരണം കാണുമ്പോഴേ നമുക്കൊരു പേടി തോന്നുമായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് നീട്ടിത്തരുന്നൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ മുന്നേ എനിക്കൊന്നും വേണ്ട. പിന്നെ ഫോട്ടോസ് എടുക്കാനാണെന്ന് തോന്നി. ഇതുപോലൊരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പാമ്പിനെ എടുത്ത് കഴിഞ്ഞാൽ അതെങ്ങാനും ഇതേ കാണുമെന്നുള്ള ചിന്തയായിരുന്നു മൊത്തം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടി വലിയൊരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ചെറുത് തൊട്ട് വലുത് വരെ എല്ലാം കിട്ടുമായിരുന്നു. അവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സ്, ഡ്രസ്സ് ഐറ്റംസ്, പിന്നെന്താ ബുക്സുകളൊക്കെ കിട്ടുമായിരുന്നു. ഭയങ്കര ഓഫറിലായിരുന്നു അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും മേടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ട് നടന്ന് അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെയായിട്ട് ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ ചെന്ന് കുറേ ഐറ്റംസൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതോടെ കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ബലൂൺ ഷൂട്ട് തന്നെ ആട്ടെ എന്ന് വിചാരിച്ചു. 5 ചാൻസസ് ആണ് ഉണ്ടായിരുന്നത്. എൻ്റെ ചോദ്യം കണ്ട് ഞാനിപ്പോൾ തകർക്കുമെന്നാണ്. ഒരു കാര്യമില്ല. ഇതൊക്കെ ഏത് വഴിക്കാണ് പോകുന്നതെന്ന് കാണുന്ന പോലുമില്ല. ഈ പുറകെ നിൽക്കുന്ന ചേട്ടന്മാരെ നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. എന്നാലും എൻ്റെ ഭാഗ്യം കൊണ്ട് ഒരെണ്ണം പോലും ബോളിൻ്റെ അടുത്തൂടെ പോലും പോയിട്ടില്ലായിരുന്നു. പയറുമണി യൂസ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്തത്. എന്താണെങ്കിലും കൊള്ളായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് വാട്ടർ ഗെയിംസുകളും കുറച്ച് സ്ലൈഡുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാടില്ല, കുറച്ച് ചെടികളൊക്കെ മേടിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ വന്നതിനേക്കാൾ വലിയ ക്യൂ ആണ് വെളിയിൽ കാണുന്നത്. എത്രയോ ഇരുട്ടിയിട്ട് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് കയറണോ വേണ്ടിയോ എന്നൊരു ഡൗട്ടിലായിരുന്നു വന്നത്. പക്ഷേ വന്നത് നഷ്ടമായില്ല. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഒരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻസും പറയുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ.